ഹലോ ഗായ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ടിപ്പാണ്. നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒരു സാധനത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ ഒരു കാലത്ത് നമുക്ക് ഈ ഒരു ഐറ്റം ഇല്ലാതെ ഒരിക്കലും അടുക്കളയിൽ ഒരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്ന്. ഇന്ന് പറയാൻ പോകുന്ന വീഡിയോ ഗ്യാസിനെ കുറിച്ചാണ്. നമ്മൾ ഇപ്പോൾ അല്പം വില കുറവാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും വില കൂടാൻ സാധ്യതയുള്ള ഒരു ഐറ്റമാണ്. ജസ്റ്റ് നമ്മൾ ചെയ്യുന്ന രീതിയിൽ നിന്നും ചെറിയ ചെറിയ മാറ്റങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. നേരിട്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഗ്യാസ് സേവ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്പുകളാണ് കേട്ടോ. നമ്മുടെ ഗ്യാസ് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുത്തുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബർണറാണ്. അപ്പോൾ ഇതുപോലെ ബർണറിൽ ഉണ്ടാവുന്ന കരടാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏത് സാധനം തിളച്ചു പൊങ്ങിയാലും നമുക്ക് ബർണറിലോട്ടാണ് ആദ്യം വീഴുന്നത്. നമുക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിൻ്റെ പല ഹോളുകളും അടഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ബർണർ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കുക. ഇത് കുറച്ചും കൂടെ വലിയ അടുപ്പാണ്, ഇത് ചെറിയ അടുപ്പാണ്. ബർണർ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം, കാരണം നമുക്ക് തൊടുമ്പോൾ തന്നെ നല്ല രീതിയിൽ കരിപ്പൊടിയുണ്ട്. അപ്പോൾ ഈ കരിയുടെ പൊടി അടഞ്ഞാലും നമുക്ക് ഇതിലെ ഹോളുകൾ അടയാനുള്ള സാധ്യതയുണ്ട്. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ബർണർ നീറ്റായി ക്ലീൻ ചെയ്യണം. നമുക്ക് ബർണറിൽ ആദ്യം ചെയ്യേണ്ടത് ഹോള് വല്ലതും അടഞ്ഞിട്ടുണ്ടോ, ഒന്നില്ലെങ്കിൽ ഒരു സേഫ്റ്റി പിൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചന്ദനത്തിരിയുടെ നമ്മുടെ പുറകുവശം ഉണ്ടല്ലോ, ആ പുറകുവശം കൊണ്ട് കറക്റ്റ് അളവാണ് കേട്ടോ. കാരണം എന്താ കണ്ടില്ലേ, നിങ്ങൾ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. അതുകൂടാതെ നമുക്കൊരു ബ്രഷ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള കരിപ്പൊടികൾ ഈസി ആയിട്ട് പോകുന്നതാണ്. കണ്ടില്ലേ. ഇപ്പൊ നമുക്ക് ബർണർ ക്ലീൻ ചെയ്യുന്നതിന് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ, അപ്പൊ ഈസി ആയിട്ടെന്ന് മാത്രമല്ല വളരെ ചെലവ് കുറഞ്ഞ രീതിയാണ് കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളത്തിൽ നമ്മൾ ബർണർ ഒന്ന് ഇട്ട് വെക്കാം. അതിനുശേഷം നമുക്കതൊന്ന് കത്തിക്കാം. കുറച്ച് ഉപ്പ് ചേർത്തി കൊടുക്കാം. പിന്നെ അതിനുശേഷം കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ബർണർ ക്ലീൻ ചെയ്യുന്നതിന് ഇതിൽ നല്ലൊരു വഴി വേറെ ഉണ്ടാവില്ല. ഇത് നല്ല രീതിയിൽ ഒന്ന് തിളയ്ക്കണം. അപ്പോൾ തിളയ്ക്കുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ബർണർ ഒന്ന് മാറ്റാം. അപ്പൊ നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്യാം. നല്ല രീതിയിൽ തിളയ്ക്കാൻ തുടങ്ങി. ഇനി ബർണർ സാധാ വെള്ളത്തിൽ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല രീതിയിൽ കരി ഇളകി വരുന്നുണ്ട്. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബർണർ ക്ലീൻ ആവും. അപ്പൊ എത്ര പാക്കറ്റ് ചെന്ന ബർണർ ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് നല്ല രീതിയിൽ ഒന്ന് തുടച്ചെടുക്കാം. എപ്പോഴും ലൈറ്റർ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം കേട്ടോ. മാക്സിമം ലൈറ്റർ നമ്മൾ ഒരിക്കലും തറയിൽ വെക്കാതിരിക്കുക, അതായത് നിലത്ത് വെക്കാതിരിക്കുക. നിലത്ത് വെക്കുകയാണെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു തവണ അടിച്ചു കഴിഞ്ഞാലൊന്നും അതിൻ്റെ സ്പാർക്ക് വരണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും എവിടെയെങ്കിലും ഇത് തൂക്കിയിടുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ ഗ്യാസിൻ്റെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ മുകളിലോട്ട് വെക്കുകയാണെങ്കിൽ വലിയ കുഴപ്പങ്ങളില്ല. അടുത്ത ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ഇതുപോലെ കോപ്പർ അടിയിലുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. കാരണം പെട്ടെന്ന് ഹീറ്റ് ആവും. നമ്മൾ സാധാ പാത്രം ഉപയോഗിക്കുന്നതിനേക്കാളും പാതി സമയം കൊണ്ട് ഇതുപോലുള്ള പാത്രങ്ങൾ ചൂടായി എടുക്കുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റും. ഗ്യാസ് എപ്പോഴും കത്തിക്കുന്ന സമയത്ത് നമ്മൾ ആ പാത്രത്തിൻ്റെ അടിയിലോട്ട് മാത്രമേ ഫ്ലെയിം വരാൻ പറ്റുള്ളൂ. ഇതുപോലെ ഫുള്ളാക്കി വെച്ചിട്ട് പുറത്തോട്ട് ഫ്ലെയിം വരാത്ത വിധത്തിൽ വേണം വെക്കണമെങ്കിൽ. അപ്പോൾ നമുക്ക് പാത്രത്തിൻ്റെ സൈസ് ഏതാണോ ആ ഒരു സൈസിൽ നമ്മൾ ഗ്യാസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നതാണെങ്കിൽ നമുക്ക് ഗ്യാസ് ഒരു പരിധി വരെ സേവ് ചെയ്യാൻ പറ്റും. കാരണം ഗ്യാസ് പുറത്തോട്ട് പോകുന്ന സമയത്ത് ഉള്ളിലുള്ള സാധനങ്ങൾ വേകാനും പാടാണ്, ഗ്യാസ് വെറുതെ നഷ്ടമായിക്കൊണ്ടിരിക്കും. പിന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു മെയിൻ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് വരുന്ന ഈ പൈപ്പാണ് കേട്ടോ. നമുക്ക് ഈ ഗ്യാസിന്റെ ട്യൂബ് വഴി ഈ ലൈനിലൂടെയാണ് ഗ്യാസ് പാസ് ചെയ്യുന്നത്. സിം ആക്കുമ്പോഴും ഹൈ ഫ്ലെയിം ആക്കുമ്പോഴും നമുക്ക് ആവശ്യമുള്ള ഗ്യാസ് വരുന്ന സ്ഥലമാണ് ഈ ഒരു ഹോൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ഹോള് നമ്മൾ എപ്പോഴും നീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്ത് വെക്കണം. കാരണം ഇതിൽ എന്തെങ്കിലും വളരെ ചെറിയ ഹോളാണ്, പക്ഷെ എന്നിരുന്നാലും ഗ്യാസ് ആയതുകൊണ്ട് എത്ര ചെറിയ ഹോളാണെങ്കിലും നമുക്ക് അതിലൂടെ ഗ്യാസ് ലീക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഗ്യാസ് വരുന്ന ഒരു പൈപ്പാണ്. ഇതിനകത്തൊരു ഹോൾ ഉണ്ടാവും. ഈ ഹോള് നമ്മൾ എപ്പോഴും നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഏറ്റവും ചെറിയൊരു നിപ്പുള്ള സേഫ്റ്റി പിൻ എടുക്കുക. അതിനുശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് വിടർത്തിയിട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു കരട് വല്ലതും അടഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് കറക്റ്റായിട്ട് അടുപ്പിലോട്ട് വരും. കറക്റ്റായി വന്നില്ലെങ്കിൽ ഈ സൈഡിലൂടെയൊക്കെ ലീക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. രണ്ട് അടുപ്പുകളിലെയും ഹോളുകൾ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പേടിയാണ്. കാരണം ഗ്യാസ് ആയതുകൊണ്ട് എന്തെങ്കിലും അപകടം ഉണ്ടാവും എന്നുള്ള പേടി. പക്ഷെ നമ്മളിത് കറക്റ്റായി ചെയ്തില്ലെങ്കിലാണ് അപകടം ഉണ്ടാകാനുള്ള സാധ്യത.
അപ്പോൾ ഇതിൽ നിന്ന് നമുക്കിനി സർവീസിൻ്റെ ആളുകളെ വിളിക്കേണ്ട യാതൊരു കാര്യമില്ല കേട്ടോ. കാരണം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ സാധാ വീട്ടമ്മമാർക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. കാരണം ജസ്റ്റ് ഗ്യാസ് സ്റ്റവ് ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നമ്മുടെ റെഗുലേറ്റർ കേട്ടോ. റെഗുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് ഇരിക്കണം. കാരണം നല്ല നമുക്കിത് ഓൺ ആക്കുന്നതും ഓഫ് ആക്കുന്നതും ഈസി ആയിരിക്കണമെങ്കിൽ നമ്മുടെ ഈ ഒരു റെഗുലേറ്ററിൻ്റെ ഈ ഒരു ഭാഗം നല്ല രീതിയിൽ മേലോട്ടും താഴോട്ടും വരുന്ന ഒരു അവസ്ഥയിലായിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ റെഗുലേറ്റർ ഒരിക്കലും കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്നുമില്ല, ഏതെങ്കിലും ഒരു ലൂബ്രിക്കൻ്റ്, അതായത് വാസലിൻ അല്ലെങ്കിൽ വെളിച്ചെണ്ണ തുടങ്ങിയ സാധനങ്ങൾ നമ്മൾ എപ്പോഴെങ്കിലും ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മുടെ ഈ റെഗുലേറ്ററിൻ്റെ ഈ ഒരു അകത്തോട്ട് നമ്മൾ ആക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് ഭയങ്കര ടൈറ്റില്ലാതെ ഉപയോഗിക്കാൻ പറ്റും. ഈ ട്യൂബ് ഉപയോഗിക്കുന്ന സമയത്ത് 3 ലെയർ ട്യൂബ് ആണെങ്കിൽ തന്നെയും നമുക്കിതിൽ അകത്ത് ചെറിയൊരു വിള്ളലുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. കാരണം ഈ കണക്ട് ചെയ്യുന്ന സ്ഥലത്തൊക്കെ നല്ല രീതിയിൽ വിള്ളലുണ്ടാവും. അതുപോലെ ഈ ഒരു പോർഷനിൽ വിള്ളലുണ്ടാവും. ഒരുപാട് വിള്ളലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ട്യൂബ് മാറ്റുന്നതായിരിക്കും നല്ലത്. അല്ല ചെറിയ ചെറിയ വിള്ളലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഒരു 2-3 വർഷമൊക്കെ ആവുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ട്യൂബൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ. എപ്പോഴും ആളുകൾക്ക് മെയിനായിട്ട് വേറൊരു സംശയം കൂടി ഉണ്ട് കേട്ടോ. പലരും ഈ ഒരു ക്യാപ്പ് തുറക്കാൻ വളരെ ബുദ്ധിമുട്ടാറുണ്ട്. എങ്ങനെ തുറക്കുക എന്ന് പലർക്കും അറിയാറില്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ ക്യാപ്പ് കറക്റ്റായിട്ട് തുറന്ന് വരില്ല. അപ്പോൾ അതിനാണ് നമുക്കിത് ഈ ഒരു നാരിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇതാണ്ടില്ല, ഈ ഒരു കമ്പി ഇതുപോലെ ഒന്ന് വലിച്ചു പിടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് തള്ളി കഴിഞ്ഞാൽ ക്യാപ്പ് തുറന്നു വരും. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ചെയ്യട്ടോ. അല്ല ഇതിനകത്തുണ്ടാകുന്ന ചെറിയൊരു വാഷർ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഈ ഒരു കറുപ്പ് വാഷർ. ഒരുപാട് പഴയ സിലിണ്ടറൊക്കെ ആണെങ്കിൽ ആ വാൽവ് ചില സമയത്ത് എല്ലാവർക്കും കറക്റ്റായി മാറ്റണമെന്നില്ല. അപ്പോൾ ആ ഒരു വാൽവിൽ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഗ്യാസ് ലീക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. വാഷർ ഉണ്ടെങ്കിൽ സേഫ്റ്റി പിൻ എടുത്തിട്ട് നമുക്കിത് മാറ്റിയിടാവുന്നതാണ്. എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ്, നമ്മൾ ഗ്യാസ് സിലിണ്ടറിൽ നമ്മളിപ്പോൾ 1 മാസം ഉപയോഗിക്കും അല്ലെങ്കിൽ 2 മാസം ഉപയോഗിക്കും, പക്ഷേ നമുക്കതിൽ ഏകദേശം എത്ര ബാലൻസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പ് ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ്. എങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അങ്ങനെ നമ്മളെ ഒരു തുണിയിൽ വെള്ളം നനച്ചതിന് ശേഷം എഴുത്തൊന്നും ഇല്ലാത്ത ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ഗ്യാസ് ഇല്ലാത്തവിടെ പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നതാണ്. അപ്പോൾ അത് തേച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഇതുവരെയാണ് തുണി വെച്ച് നമ്മൾ വെള്ളമാക്കിയത്. അപ്പോൾ ഇതുവരെ നമുക്ക് നനവ് നല്ല രീതിയിൽ ഇപ്പോഴും ഉണ്ട്. ഇതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അത് ഡ്രൈ ആയിട്ടുണ്ട്. ചെറിയതായിട്ടൊരു നനവ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇതുവരെ നല്ല രീതിയിലുള്ള നനവുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കിതാ 1/2 കുറ്റിയോളം ഗ്യാസ് ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു കാൽക്കുലേഷനിൽ നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എന്തെല്ലാം നമ്മൾ ചെയ്യുകയാണെങ്കിലും നമ്മൾ എത്ര പാചകം ചെയ്യുന്നതനുസരിച്ചിരിക്കും ഇതിൻ്റെ മെയിനായിട്ട് റീസൺ. നമ്മൾ ഒരുപാട് പാചകം ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് 1 മാസത്തുനിന്ന് ഗ്യാസ് ഒരിക്കലും 2 മാസം 2.5 മാസം എത്താൻ സാധ്യത വളരെ കുറവാണ്. ഇങ്ങനെ നിങ്ങൾ ഗ്യാസ് നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ദിവസം ഉപയോഗിക്കാനുള്ള ഗ്യാസ് ബാലൻസ് ഉണ്ട് എന്നുള്ളതും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗൈസ്, അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് സാധാ ഉപയോഗിക്കുന്നതിനേക്കാളും ഇരട്ടി സമയം ഗ്യാസ് ഉപയോഗിക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് നമുക്ക് 1 ദിവസം കൂടുതൽ കിട്ടിയാൽ തന്നെ നമുക്കത് ലാഭമുള്ള കാര്യമാണ്. അപ്പോൾ കുറച്ചും കൂടെ ദിവസം കൂടുതൽ കിട്ടുകയാണെങ്കിലോ നല്ല രീതിയിൽ ലാഭം ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ബർണറൊക്കെ നിങ്ങൾ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. ആവശ്യമുള്ള ഫ്ലെയിം മാത്രം ഉപയോഗിക്കുക. മാക്സിമം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് കടല പരിപ്പൊക്കെ ഉപയോഗിക്കുന്നത് കുക്കറിൽ മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ സാധാ പാത്രം വെക്കുന്നതിനേക്കാളും ഇരട്ടി സ്പീഡിൽ നമുക്കത് വെന്ത് കിട്ടും. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസിൽ നല്ല രീതിയിൽ പൈസ സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു 1.5 മാസമൊക്കെ ഉപയോഗിക്കുന്ന ഗ്യാസ് നമുക്ക് ചുരുങ്ങിയത് 2-2.5 മാസം വരെയൊക്കെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത് ഗ്യാസ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആണ് കുറച്ച് കുഞ്ഞു ടിപ്സുകളാണ്. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗ്യാസ് നല്ല രീതിയിൽ സേവ് ചെയ്യാൻ പറ്റും. അറിയുന്നവർ അതുപോലെ കണ്ടിന്യൂ ചെയ്യുക, അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നവരേക്കും വീണ്ടും ഗുഡ് ബൈ.